ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കീഴിലും രാമന് യാതൊരു തരത്തിലുമുള്ള സംരക്ഷണവുമില്ല. ലഭിച്ച സംഭാവനകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള പ്രവർത്തകർ കൊള്ളയടിച്ചു കൊണ്ടുപോകും. ജയ് ശ്രീരാമൊക്കെ വിളിക്കുന്ന രാമഭക്തർ ഒന്നും മിണ്ടാതെ ഇങ്ങനെ സൈലൻ്റായിട്ട് ഇരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് BJP കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ യോഗിയെ വെട്ടാനുള്ള RSSൻ്റെ മോദിയുടെ തന്നെ തന്ത്രമാണോ ഇത്? അല്ല, അതിൻ്റെ ഒരു രാഷ്ട്രീയ വശം അങ്ങനെയാണല്ലോ. കാരണം ഇത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ആരും അറിഞ്ഞില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ തന്നെ നേതാക്കൾ ചോദിക്കുന്നുണ്ട്. കാരണം ഇത് എന്തൊരു വലിയ കൊള്ളയാണ്. ഏതാണ്ട് 200 കോടി മുതൽ 1200 കോടി രൂപയുടെ കൊള്ള നടന്നു എന്നാണ് പൊതുവെ SITയുടെ ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള നിഗമനം അതാണ്. കാരണം ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഉപാധ്യക്ഷനായിട്ടുള്ള ചമ്പത് റായിയുടെ ഡ്രൈവർ ടിനു എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് 50 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് ഒറ്റ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയത്. അയാൾ ഒരു ഡ്രൈവർ മാത്രമാണ്. അപ്പോൾ അയാളുടെ അന്വേഷണത്തിൽ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് ഉണ്ടാക്കിയ കാശാണെന്നാണ്. 50 കോടി ഓട്ടോറിക്ഷ ഓടിച്ചാൽ 50 കോടി ഉണ്ടാവും എന്ന് ഇന്ത്യയിലെ ആരോടാണ് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നത്? എന്നിട്ട് ഈ കാര്യത്തിലുള്ള പ്രതികരണം എന്താണ്? വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും അതേപോലെ തന്നെ സംഘപരിവാറിൻ്റെയും ഈ വിഷയത്തിൽ ഉള്ള സമീപനം എന്താണ്? ഹേ റാം എന്ന് പറഞ്ഞ് അലറി രാമന് വേണ്ടി ജയ്ശ്രാം വിളിക്കുകയും എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ രാമനെ കൊള്ളയടിച്ച് രാമനെ തൂത്തുവാരിയിട്ട് ശബ്ദിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പല സമയത്ത് നമ്മൾ ഇവരുടെ വിഗ്രസ് ആയിട്ടുള്ള മുദ്രാവാക്യം വിളിയിട്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുള്ളതാണ്. അത്ര വൈകാര്യ തീവ്രതയോടുകൂടി വർഗീയതയോടുകൂടി ആർത്തലക്കുന്നതായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. എന്നിട്ട് രാമനെ മുഴുവനായിട്ട് കൊള്ളയടിച്ചിട്ട് പോലും അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ വലിയ കുഴപ്പത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വെച്ചാൽ ആത്മസംഘർഷത്തിൽ അവരൊക്കെ ഇങ്ങനെ ഉരുകി വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് എഴുതാൻ. കാരണം ഇവരിളകണമെങ്കിൽ എന്ത് വേണം? മുകളിലുള്ള നേതാക്കൾ അനങ്ങണ്ടേ. അല്ലാണ്ട് താഴെയുള്ള ഒരുത്തൻ കയറി ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കൂല. അവനെ ബഹളം ഉണ്ടാക്കിക്കുന്നത് അവൻ്റെ മുകളിലിരിക്കുന്നതായിട്ടുള്ള വലിയ നേതാവാണ്. ആ നേതാവ് കള്ളനാണ്, അവൻ ഈ പണം പറ്റിയവനാണ് എന്ന് വന്നാൽ അവൻ അനങ്ങില്ല. അങ്ങനെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഉപാധ്യക്ഷൻ മാത്രമല്ല, അതിൻ്റെ പ്രമുഖരായിട്ടുള്ള നിരവധി നേതാക്കൾ ഇതിൻ്റെ പങ്കുപറ്റുകാരാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് അവരനങ്ങാണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാമാന്യ ബുദ്ധി ഒക്കെ ഉള്ള ആളുകൾ പൊതുവെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ദൈവങ്ങൾ ആളുകൾക്ക് കൊള്ളയടിക്കാനും പണം ഉണ്ടാക്കാനും വേണ്ടിയുള്ളതാണ്. അത് ശബരിമലയായാലും രാമക്ഷേത്രമായാലും വ്യത്യാസമില്ല എന്നുള്ളതാണ്. അതിലേത് രാഷ്ട്രീയക്കാരായാലും കട്ട് തിന്നാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഇതിന് ചുറ്റുമുള്ളത്. ഇവരാണ് ഇതിൻ്റെ സംരക്ഷകരായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പോൾ സർക്കാർ കേരളത്തിലെ RSSും അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തുകാരെയൊക്കെ അലറും വിളിച്ചുകൊണ്ട് നടക്കുന്നത് ഈ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇതേപോലെ തന്നെ ട്രസ്റ്റിനെ ഏൽപ്പിക്കണം എന്നാണ് അവർ പറയുന്നത്. ഹിന്ദുക്കളുടെ ട്രസ്റ്റിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കളവുണ്ടാവില്ല എന്നാണ്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം പിണറായി കക്കുമ്പോൾ, ആ സർക്കാരിന്റെ കാലത്ത് കക്കുമ്പോൾ ഒച്ചപ്പാട്, നിലവിളി, എന്തൊക്കെ വർത്തമാനങ്ങളാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഒന്നും അനങ്ങുന്നേ ഇല്ല. അതൊരു കാപട്യമാണല്ലോ. അതാണ് പ്രശ്നം. കട്ട് തിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ആളുകൾ കട്ട് തിന്നാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ കക്കാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടേ ഉള്ളൂ. ഇത് പണ്ട് 57-ൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്ന സമയത്ത് അവിടെ ചന്ദനത്തോപ്പിൽ വെടിവെപ്പ് ഉണ്ടായി, അതേപോലെ തന്നെ തൊഴിലാളികൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ഉയർത്തിയ മുദ്രാവാക്യം ഇന്നും അത് പരിഹാസ്യമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടാറുണ്ട്. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ കൊന്നാൽ നിങ്ങൾക്കെന്തേ കോൺഗ്രസ് എന്നുള്ള. ഞങ്ങളുടെ നേതാക്കൾ, BHPയുടെ നേതാക്കൾ രാമനെ കെട്ടാൽ നിനക്കെന്താടാ എന്നാണ് മറ്റവരോട് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിനക്കെന്താ സഹാവേ എന്ന് ചോദിക്കും. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണം കെട്ടത് ആരപ്പ, സഹാക്കളല്ലേ അയ്യപ്പ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെ ഇപ്പോൾ രാമനെ കക്കുമ്പോൾ എന്ത് വിളിക്കും? ഒരു പാട്ടിറക്കേണ്ടതാണ് തീർച്ചയായിട്ടും. കോൺഗ്രസ് പ്രവർത്തകരും സഖാക്കളും തീർച്ചയായിട്ടും ഒരു പാട്ടിറക്കേണ്ടതാണ്. അതെ, അവർക്കും ഇതിനകത്ത് താല്പര്യമൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. കാരണം എന്ന് വെച്ചാൽ എല്ലാ ആളുകളും കിട്ടാൻ എവിടെയൊക്കെയാണോ കക്കാനായിട്ട് സൗകര്യം കിട്ടുന്നത് അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയും കക്കുകയും ചെയ്യുന്നവരെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്.
ഈ നമ്മുടെ ഇന്നത്തെ ഒരു കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കളവ് നടത്താനും ആ കട്ട മുതൽ സുഖാനുഭൂതിയോടെ അനുഭവിക്കാനായിട്ടുള്ള ഒന്നായി രാഷ്ട്രീയ പ്രവർത്തനവും അതേപോലെ തന്നെ സമുദായ പ്രവർത്തനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ഒരു വിഷയം നമുക്കറിയാം, BJP-യുടെ തുറുപ്പ് ചീട്ടായിരുന്നു അയോധ്യ, രാമക്ഷേത്രം, ബാബറി മസ്ജിദ് തകർക്കൽ, ഈ കാര്യങ്ങളൊക്കെ. അതിലൂടെ ആണ് അവരുടെ ഫൗണ്ടേഷൻ തന്നെ ഇതാണ്, അയോധ്യയും രാമനും ഒക്കെയാണ്. രാമൻ ആരാണ്? സത്യസന്ധതയുടെ മര്യാദ പുരുഷോത്തമൻ എന്നൊക്കെ പറയുന്ന വലിയ വലിയൊരു സങ്കല്പമാണ്. ഇത്രയും നേരമായിട്ട് മോദി എന്തെങ്കിലും ഒരു അക്ഷരം ഈ വിഷയത്തിൽ പ്രതികരിച്ചു? എന്തെങ്കിലും ഒരു അക്ഷരം? മോദി പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിലും അതിശക്തവും രൂക്ഷവുമായിട്ടുള്ള രീതിയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന യോഗി ആദിത്യനാഥ് അദ്ദേഹം പറഞ്ഞതെന്താണ്? അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇത് ഇന്ത്യയുടെ ഇമേജ്, ഇന്ത്യയുടെ പ്രതിച്ഛായ താർക്കാൻ വേണ്ടി നടത്തുന്ന പ്രകടനങ്ങൾ മാത്രമാണ്, ആക്ഷേപങ്ങൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ നോക്കൂ, BJP-യോടുള്ള വിശ്വാസ്യത യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ കുറഞ്ഞു വരികയാണ്. അല്ല, BJP-യുടെ വിശ്വാസ്യത ഈ ഒരൊറ്റ സംഭവത്തിൻ്റെ ഫലമായിട്ട് തന്നെ തരിപ്പണോ? എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇടയിൽ രാമനെ കട്ടാൽ പിന്നെ നിങ്ങൾ ആരെ കക്കാതിരിക്കും? രാമനെ കട്ട നിങ്ങൾ എല്ലാവരും കക്കും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. സൗകര്യം മാത്രം കിട്ടിയാൽ മതിയല്ലോ, വേറെ ഒന്നും ആവശ്യമില്ലല്ലോ. രാമൻ എന്ന് പറയുന്നത് കളവ് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്നത് വലിയ ഒരു പ്രതീകത്തിന് വലിയ തരത്തിലുള്ള അന്തഃഛിദ്രം ഉണ്ടാകുകയാണ്, നശിക്കുകയാണ്, ജീർണത വലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വിശ്വാസത്തിൻ്റെ ഇതൊരു വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ ഇതെല്ലാം കെട്ടിപ്പടുക്കുന്നത്. ഇന്ത്യയിൽ BJP-യുടെ തേരോട്ടം എന്ന് പറയുന്നത് അയോധ്യ സമരത്തിലൂടെയാണ്. അപ്പോൾ അയോധ്യ സമരം എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ അവിടെയുള്ള ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് തല്ലിപ്പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിയാണ് ചെയ്യുന്നത്. രാമജന്മഭൂമി സമരം എന്ന് പറയും. ഇതിൽ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഏർപ്പെടുന്നുണ്ട്. ഈ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഇതിൻ്റെ ഭാഗമായി മാറിത്തീർന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ രാമൻ എന്ന് പറയുന്ന ഒരു വിശ്വാസ മുദ്രയുടെ അടിസ്ഥാനത്തിലാണ്. ആ മുദ്രയാണ് ഇവരെ അടിച്ച് പൊട്ടിച്ച് ഇവരുടെ പോക്കറ്റിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് ഇനി എന്ത് പറഞ്ഞാണ് ഇവരുടെയൊക്കെ മുമ്പിൽ ചെല്ലാനായിട്ട് പോകുന്നത്? അതിന് ഉപാധ്യക്ഷനാണ് അല്ലേ ചമ്പത് റായ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് ഇനി എന്ന് പറയുന്നത്. അയാളാണ് ഈ 50 കോടി ഓട്ടോറിക്ഷ ഓടിച്ചുണ്ടാക്കി എന്ന് പറയും. അപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ വലിയ കൊള്ളം നടത്തി കഴിഞ്ഞിട്ട് SITയുടെ മുമ്പിൽ പോയി ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഇതിനെതിരെ ഒരു പ്രതിഷേധവും ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല സത്യത്തിൽ. നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേട്, അതിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്ന ആവശ്യം, അതിൽ വിമുഖത കാണിക്കുന്ന BJP, കോക്രോച്ച് ജനതാ പാർട്ടി രൂപപ്പെടുന്നു. അതായത് മൊത്തത്തിൽ സിസ്റ്റം മുഴുവൻ അഴിച്ച് പണിയേണ്ട ഒരു ഘട്ടമായിരിക്കുന്നു. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയല്ലേ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാട് നടത്തി ഓരോ ദിവസം അയാൾ നടത്തിയിരിക്കുന്ന അഴിമതിയുടെ കഥകൾ ദിവസം വന്നിട്ട്. അപ്പം ഇതുവരെ BJP-ക്കാരൊക്കെ പറഞ്ഞിരുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധതയുടെ രൂപങ്ങളാണ്, ഗൗരവദീപങ്ങളാണ് BJP-യും അതേപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരെന്ത് പറയും? ഇപ്പോൾ അവർക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനായിട്ടുള്ള? ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നും പറയാനും കഴിയില്ല. യോഗിയുടെ ഇമേജ് ഇടുകയല്ലേ? അല്ല, യോഗിയുടെ ഇമേജ് ഇടിയും. യോഗയുടെ ഇമേജ് ഇടിയെന്ന് പറ്റി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മളൊക്കെ അല്ലേ ഈ യോഗി ഇതിനകത്ത് യോഗി എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവിടെ തന്നെ അതിനകത്ത് വലിയ അന്തഃസംഘർഷങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ അഘാതമാണ് എന്നുള്ള കാര്യം ആയിരത്തി അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. RSS അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊരു കളവാടായത് എന്നാണ് ചോദിക്കുന്നത്. രാമനെ കട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ശരിക്കും. പലരും വളരെ സത്യസന്ധരായ നല്ല കുറേ ആളുണ്ടാവില്ലേ എല്ലാ പാർട്ടിക്കകത്തും. ഇതിനകത്തും കുറേ നല്ല മനുഷ്യരുണ്ട്. അവർക്കിത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് മനസ്സിലാക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ രാമക്ഷേത്രം പണിയിട്ട് അധികം നാളിലൊന്നും ആയില്ല. ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളതായിട്ടുള്ള മുഴുവൻ ഭൂമിയും റിയൽ എസ്റ്റേറ്റുകാരുടെ. ആ ഭൂമി തന്നെ ക്ഷേത്രം വാങ്ങിച്ച അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് അതിൻ്റെ ട്രസ്റ്റികൾ വാങ്ങിച്ചതിനെ കോടിക്കണക്കിന് രൂപയുടെ വ്യത്യാസമാണ്. 2 കോടി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം 18 കോടിയാവുന്നൊക്കെയാണ് കണക്കിൽ വന്നിരിക്കുന്നത്. 2 കോടി 18, ഈ 2 രൂപ 18 രൂപ ആവുന്നവരാണ് 2 കോടി 18 കോടിയാവുക എന്ന് പറഞ്ഞാൽ എന്ത് ഭീമമായിട്ടുള്ള കൊള്ളയായിരിക്കും അവർ നടത്തിയത്. രാഷ്ട്രീയത്തിൽ രാജ്യഭരണത്തിൽ സത്യസന്ധത വേണമെന്ന് പറഞ്ഞ രാമൻ്റെ അനുയായികൾ തന്നെ ഇന്ത്യ കണ്ടതിലെ ഏറ്റവും വലിയ കൊള്ളക്കാരായി മാറുന്നു എന്ന് പറയുന്നത് വലിയ വിരോധാഭാസമാണ്. ഇതൊരു വലിയ കൊള്ളയല്ലേ ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രാമക്ഷേത്ര കൊള്ള എന്ന് പറയുന്നത്
നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന അയ്യപ്പക്കൊള്ള പോലെ തന്നെയുള്ള ഒരു സംഭവമാണ്. അതിനേക്കാൾ വലിയ തുകയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അതിനകത്ത്. ഞാൻ പറഞ്ഞ കളവ് നടത്തിയാൽ അതും ഭഗവാന്റെ പേരിൽ ഒരു കളവ് നടത്തി കഴിഞ്ഞാൽ എന്താണ് ഇവന്മാർക്കൊക്കെ ഇതിൻ്റെ അടിസ്ഥാനം? ഇവർക്കൊക്കെ ഇതിനകത്ത് കയറാൻ എന്താണ് അവകാശമുള്ളത്? കേരളത്തിൽ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ മുകളിലിരിക്കുന്നതായിട്ടുള്ള പ്രസിഡന്റും അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനെതിരാണെന്നുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതല്ല. ഇവിടെ അതിൽ തികച്ചും വ്യത്യസ്തമായിട്ട് ഈ അവരൊക്കെ അവിശ്വാസികളാണെന്നെങ്കിലും പറഞ്ഞ് തടിയപ്പ അല്ലേ, കമ്മ്യൂണിസ്റ്റുകാരാണ്, അവർ കള്ളന്മാരായിരിക്കുകയാണ്, അവർ അവിശ്വാസികളാണ്. ഇവിടെ ഇത് വിശ്വാസികൾ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? രാമനെ കട്ടിരിക്കുന്നു എന്നുള്ള. ഞാൻ സാധാരണ രീതിയിൽ എൻ്റെ ഒരു ലോജിക്ക് നോക്കുമ്പോൾ ഇതൊക്കെ ഓരോരുത്തരും ഓരോ പേരിലേക്ക് വരും. അടിസ്ഥാനപരമായൊക്കെ ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് ഇതിൽ എന്തെങ്കിലും ഒരു തന്ത്രമുണ്ടോ? കാരണം ഇവർക്കിത് നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരു പറ്റിയ സമയമാകുമ്പോൾ അത് പുറത്തറിയിക്കാം. അങ്ങനെ ഒരു നീക്കം എവിടുന്നെങ്കിലും ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ടാകുമോ? ആ നീക്കത്തിൻ്റെ കാരണം നടന്നിട്ടുണ്ടെങ്കിൽ അത് യോഗിയെ വെട്ടുക എന്നതായിരിക്കുമോ? അത് മറ്റൊരു വിഷയമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ എന്തായാലും കുറേ നാളുകൾ മുമ്പ് തന്നെ ചോർന്നിട്ടുണ്ട്. ആ ചോർന്നത് പുറത്ത് ഇപ്പോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു BJP നേതാവ് നരേന്ദ്രമോദി കത്തയക്കുന്നതിലൂടെയാണ്. ആ കത്തയക്കുന്ന സമയത്ത് ആ കത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അതേപോലെ തന്നെ അയോധ്യയുടെ നിർമ്മാണ ചെയർമാനുമായിരുന്ന നൃപേന്ദ്ര മിശ്രയാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. അപ്പോൾ ഇവിടെ പൊതുവെ രാഷ്ട്രീയത്തിനകത്ത് ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനകത്ത് നന്നായിട്ട് പാര വെച്ചതിൻ്റെ ഫലമായിട്ടാണ് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 3 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷത്തിലേക്ക് ഒതുങ്ങിപ്പോയത് എന്നുള്ള ഒരു വാർത്തയുണ്ട്. യുപ്രയിൽ വാരണാസിയിലായിരുന്നല്ലോ അദ്ദേഹം മത്സരിച്ചത്. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, ഒരുപാട് സീറ്റുകൾ നഷ്ടമാകുന്നതിൻ്റെ പിന്നിലൊക്കെ ഈ കളിയുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ വന്ന സമയത്ത് യോഗി ആദിത്യനാഥിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റായിട്ട് ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണങ്ങൾ മാറുന്നു, അല്ലെങ്കിൽ ഈ വിഷയം മാറുന്നു. കാരണം യുപിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാനും മാസം മുമ്പ് തന്നെയാണ് ഇത് അവർ തന്നെ പൊട്ടിക്കുന്നത്. മറ്റൊരാൾ കണ്ടെത്തിയൊരു സംഭവമല്ല അത്. ശരിക്കും പറഞ്ഞു കളവിങ്ങനെ സ്ഥിരമായിട്ട് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ അവർ തന്നെ അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയാതെ ഇപ്പോൾ മാത്രം അത് പുറത്തു പറയുകയും ചർച്ചയാക്കുകയും ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ UP തെരഞ്ഞെടുപ്പിലുള്ള വിഭാഗീയതയുടെ കൂടി ഒരു ഭാഗമായിരിക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.